ഈ ഒരു ബ്ലൂ കളർ സിബ് വെച്ച് തന്നെ ഇതിന്റെ വ്യത്യാസം ഒന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാൻ പറ്റുന്നില്ല. ആ ബ്ലൂ കളർ നമുക്കിവിടെ കാണാനേ പറ്റുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ഇട്ടൊരു കുർത്തിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ഇൻവിസിബിൾ സിബിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. റെഡിമെയ്ഡ് കുർത്തിയിലും ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞ കുർത്തിയിലും തയ്യൽ അഴിക്കാതെ എങ്ങനെ ഇൻവിസിബിൾ സിബ് വെക്കാം എന്ന മെത്തേഡാണ് പറയുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻവിസിബിൾ സിബ് ചെയ്തിരുന്നു. അതേ മെത്തേഡിൽ തന്നെയാണ് ഇതിലും വെക്കുന്നത്. നമ്മുടെ ആ അളവെടുക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് നെക്ക് ചെറിയൊരു വൈഡോ ചെറുതായിട്ടൊന്ന് ലൂസോ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കുർത്തിയിലും ചെറിയ ലൂസ് വേണം. ലൂസ് ഇല്ലെങ്കിലും നമുക്ക് തയ്യൽ അഴിച്ചിടാൻ ഒരു ഇഞ്ച് തയ്യൽ അഴിച്ചിടാനെങ്കിലും വേണം. അല്ലാതെ നല്ല ടൈറ്റായിട്ട് നിൽക്കുന്ന നെക്കിലോ ടൈറ്റായിട്ട് നിൽക്കുന്ന കുർത്തിയിലോ നമുക്ക് ഈ സിബ് വെക്കാനായിട്ട് പറ്റില്ല. തയ്യൽ അഴിച്ചിടാനുണ്ടെങ്കിൽ സാരയില്ല, ഇത് വെച്ചെടുക്കാം. ഇതിനായി കുർത്തി ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൻ്റെ അകവശമാണ് എടുക്കേണ്ടത്. ബാക്ക് നെക്ക് കറക്റ്റ് ഒന്ന് ഷോൾഡർ പോയിന്റ് കറക്റ്റ് ഒന്ന് പിടിച്ച് വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ആക്കുമ്പോൾ നമ്മുടെ ഈ സൈഡിലത്തെ എൻഡിലെ ആ ഒരു എൻഡും കൂടി കറക്റ്റ് ആക്കി വെക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. കുർത്തിയുടെ ബാക്ക് ഫോൾഡ് ചെയ്ത് സെൻറ്റർ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിബിൻ്റെ ലെങ്താണ് വേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതെടുക്കാം. ഞാനിപ്പോൾ 11 കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓപ്പണായി നിൽക്കേണ്ട ആ ഒരു എൻഡാണ് 11 എടുത്തിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് താഴേക്ക് വീണ്ടും ഒരു 1/2 ഇഞ്ച് കൂടി മാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും 1 ഇഞ്ച് താഴേക്ക് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്യണം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ ഫസ്റ്റ് മാർക്കിട്ട ഒരു പോയിന്റില്ലേ 11 ലെങ്ത്, ആ ഒരു ലെങ്ത് വരെ ഒരു 1/2 ഇഞ്ച് വീതിക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. ഇനി അവിടെ നിന്ന് താഴേക്ക് താഴത്തെ പോയിന്റ് വരെ ഒന്ന് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ മുകളിൽ നിന്ന് നമ്മൾ ആ ഫസ്റ്റ് ഇട്ട ലൈനില്ലേ അതുവരെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു ഫസ്റ്റ് മാർക്ക് ചെയ്ത ഈ ഒരു പോയിന്റ് വരെ വലിയ കാണിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിട്ട് ആ ഒരു ലൈൻ വരെ വലിയ കാണിയിട്ടിട്ടും അല്ലാതെ സാധാ ചെറിയ കാണിയിട്ടിട്ടുമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് ഒരു മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റ് വരെ ഇവിടെ നിന്ന് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ രണ്ടാമത് മാർക്ക് ചെയ്ത പോയിന്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഇട്ട സ്റ്റിച്ച് കട്ടാവാതെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതേപോലെ നിവർന്ന് വരാനായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ ഒന്ന് നിവർത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് സിബിൻ്റെ നല്ല വശം, ഇത് സിബിൻ്റെ ചീത്ത വശം. ഈ ചീത്ത വശമാണ് നമ്മൾ ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു പീസിലേക്ക്, അതായത് ഇടത് വശത്തെ പീസിലേക്ക് വെക്കുമ്പോൾ കുർത്തിയുടെ ഈ ഒരു പോർഷൻ, ആ മെറ്റീരിയലിൻ്റെ പോർഷനെല്ലാം നമ്മൾ വലതുവശത്തേക്ക് കൊണ്ടുപോകണം. ഇതേപോലെ വലതുവശത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു പീസിലേക്ക് മാത്രം വേണം സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട്. സിബ് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇതേപോലെ സിബിൻ്റെ ചീത്ത വശം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതേപോലെ ആ ഒരു പീസിലേക്ക് മാത്രം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ആ സെൻറ്ററിലെ സ്റ്റിച്ചിങ്ങില്ലേ അവിടേക്ക് വരാതെ വേണം കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തേക്കുന്ന ആ ഒരു പോയിന്റ് വരെ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇടതുവശത്ത് ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. വലതുവശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ക്ലോത്ത് ഇടതുവശത്തേക്ക് പോകണം. എന്നിട്ട് ആ ഒരു പീസിലേക്ക് മാത്രം വേണം സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇതേപോലെ കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് വേണം ആ വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. സിബ് ചെറുതായിട്ട് പോലും ഒന്ന് ലെവലിൽ വ്യത്യാസം വരാതെ വേണം കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നിങ്ങൾക്കത് കറക്റ്റ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെക്കാം. ഇവിടെയും ആ കട്ട് ചെയ്ത പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ വലിയ കാണി ഇട്ട് സ്റ്റിച്ച് ചെയ്തത് വരെ നമുക്ക് ആ സ്റ്റിച്ചിങ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ആ വലിയ കാണി ഇട്ടിട്ട് അടിച്ച ആ സ്റ്റിച്ചിങ് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ നിവർത്തി വെച്ചിട്ട് ഇപ്പോൾ ഒറ്റ സ്റ്റിച്ച് ഇട്ടിട്ടുള്ളൂ, ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഈ എൻഡിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ ഒരു കട്ടിയുള്ള ഭാഗത്തേക്ക് കയറാതെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി ബാക്കി നിൽക്കുന്ന ഈ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം.
സിബ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഒരു ചുളിവ് പോലും ഇല്ലാതെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് ആ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റില്ലേ, ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ താഴത്തെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയില്ലേ, അതേപോലെ ഇവിടെ നിന്ന് ഇതുവരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഈ ഒരു തയ്യലിൽ കൂടി തന്നെ പോവാം. ഈ ഒരു കട്ടിയുള്ള പോയിന്റിലേക്ക് സൂചി കയറരുതേ, ഈ ഒരു എൻഡിൽ കൂടി തന്നെ അടിച്ചു പോകണം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ എൻഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് ദേഹത്ത് കൊള്ളാതിരിക്കാനായിട്ട് ഇവിടെ വേറൊരു ചെറിയ പീസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തടിച്ചു കൊടുക്കാം. ഞാൻ വേറൊരു ഇൻവിസിബിൾ സിബിൻ്റെ വീഡിയോ ചെയ്തിരുന്നു, അതിൽ ഇതിൻ്റെ മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഇനി ഇത് തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ നല്ല വശം ഒന്ന് നോക്കാവേ. ഇതേ കണ്ടോ, ഞാനൊന്ന് അയൺ ചെയ്ത് പോലും എടുത്തിട്ടില്ല. ഇവിടെ ഒരു ബ്ലൂ കളർ സിബാണ് വെച്ചേക്കുന്നത്, എന്നിട്ട് കൂടി അതൊന്നും അറിയാൻ പോലും പറ്റുന്നില്ല. അത്രയ്ക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം, നമ്മൾ ഇടത് വശത്തു നിന്ന് വലത് സൈഡിലേക്ക് സിബ് അറ്റാച്ച് ചെയ്യില്ലേ, ആ സമയത്ത് അതൊന്ന് കയറിയോ ഇറങ്ങിയോ ഒന്നും നിൽക്കാതെ കറക്റ്റ് ലെവൽ തന്നെ ആയിരിക്കണം. പിന്നെ ഈ എൻഡിൽ നിന്ന് നമ്മൾ ഈ താഴേക്ക് അടിക്കുമ്പോൾ അധികം തുണി അതിലേക്ക് വരാതെ ചെറിയൊരു രീതിയിൽ തന്നെ ഡോട്ടിട്ട് പോകുന്ന പോലെ തന്നെ പോകണം. ഇനി നെക്കിൻ്റെ അവിടെ ആ ബാലൻസ് ഉള്ള സിബിൻ്റെ പീസ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് ഒന്ന് മടക്കണം. അപ്പോൾ ഇവിടെ ഒരു കട്ടിയുള്ള പോർഷനില്ലേ, ആ കട്ടിയുള്ള പോർഷനിലേക്ക് സൂചി കയറാതെ വേണം കറക്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഈ സിബ് ചെയ്യുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനിരിക്കുമ്പോഴാണ് ഞാൻ മുന്നേ ഇട്ടുന്ന സിബിൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടത്, ലൈനിങ് വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കുമെന്ന്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് ചെയ്യുമ്പോൾ വേറെ വ്യത്യാസമൊന്നുമില്ല, ഇതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലെ ക്ലോത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഒരു സിബ് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റിച്ച് ഇടുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ഇട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഫോൾഡ് ചെയ്തേക്കുന്ന ആ പീസിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. സെക്കൻഡ് ലൈൻ ഇട്ടേക്കുന്നില്ലേ, അതുവരെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ക്രോസ് ആയിട്ടൊരു കട്ടിങ്ങും കൊടുക്കും. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്ത പോർഷൻ നമുക്ക് 2 പാർട്ടായിട്ട് കിട്ടും. അപ്പോൾ ലൈനിങ് ഇടാതെ ആവുമ്പോൾ ആ മെയിൻ ക്ലോത്ത് മാത്രമേ കാണൂ. ലൈനിങ് ഇടുമ്പോൾ ആ ലൈനിങ്ങും ആ മെയിൻ ക്ലോത്തും കൂടി കാണും. ഓപ്പണായി കിട്ടുന്ന 2 പീസുണ്ട്, ആ 2 പീസിൻ്റെയും എൻഡ് ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ ആ താഴെ എൻഡിൽ ഒരു ക്രോസ് ആയിട്ടൊരു കട്ടിങ് കൊടുത്തില്ലേ, അതുവരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടി വെച്ചിട്ട് ഒരു മിറ്റൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു എൻഡ് വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പിന്നീട് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ലൈനിങ് ഇടുമ്പോഴും അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഏതൊരു ഡ്രസ്സിലും സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. ലൈനിങ് ഇട്ടായിരുന്നാലും അല്ലാതെ ആയിരുന്നാലും ഇതേ മെത്തേഡ് തന്നെ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്തെടുക്കാം. സിബ് അറ്റാച്ചിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നല്ലതുപോലെ ഒരു ചുളിവ് പോലും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അയൺ ചെയ്തെടുത്തിട്ടില്ല. അയൺ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കും. ഞാൻ ഈ ഒരു ബ്ലൂ കളർ സിബ് വെച്ച് തന്നെ ഇതിൻ്റെ വ്യത്യാസം ഒന്ന് മനസ്സിലാവാനാണ്. സെയിം കളർ സിബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റ് ഒന്ന് മനസ്സിലാകത്തില്ല. ഇത് കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാൻ പറ്റുന്നില്ല, ആ ബ്ലൂ കളർ നമുക്കിവിടെ കാണാനേ പറ്റുന്നില്ല. അപ്പോൾ അത്ര നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ സിബ് വെച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.